ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ഇപ്പം ഇന്നലെ തന്നെ ഏതോ ഒരു ചാനലിൽ ഒരു വാർത്ത, പിന്നെ മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരിലെ അധികം പിന്നെ മുജാഹിദുകളാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇവർക്ക് ഒരു പാർട്ടിക്ക് മന്ത്രി നിശ്ചയിക്കാൻ വേണമെങ്കിൽ നമുക്കല്ലല്ലോ, അങ്ങനെ നമ്മളെടുത്ത് വന്ന് ചോദിച്ചാൽ പോലെ വേഗം പണി ജോലി. അപ്പൊ നമുക്ക് ഇതിൽ ഇങ്ങനത്തെ സംഗതിയിലൊന്നും ഇടപെടേണ്ട പരിപാടി നമുക്കില്ല. അവരാരെയാണ് മന്ത്രിയാക്കേണ്ടത്? ഓരോ പാർട്ടിക്കാർ. ഇപ്പൊ കോൺഗ്രസിൽ ആരെയാണ് മന്ത്രിയാവാൻ ആവശ്യമുള്ള ആളുകളൊക്കെ ചിലപ്പോൾ നമ്മളോട് പറയുമെന്ന് ചോദിച്ചാലുണ്ടാവും, പക്ഷെ നമ്മളതും പറയില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രാഷ്ട്രീയമാവുന്ന കാര്യങ്ങളിൽ അതിൽ ഇടപെടുകയില്ല. ആരാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ആരാവേണ്ടതെന്ന് എന്നോട് പത്രക്കാരൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞത് 63 ആളുണ്ട് ഇവരൊക്കെ അതിന് പറ്റുന്നവരാണ് കോൺഗ്രസ്സിൽ, അതിന് ആരും ആവാം. ഇതൊന്നും നമ്മൾ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഡൽഹിക്ക് പോകണമെന്ന് ചോദിച്ചു. അവിടെ വീട്ടിൽ വന്നാൽ മതിയല്ലോ, ഡൽഹി പോയിക്കാണ്ട് അവിടെ കുറേ പ്ലെയിനും മറ്റും പൈസ ചെലവാക്കി. അപ്പം ഇങ്ങനത്തെ സ്ഥലത്ത് നോക്കി നടക്കുകയാണ് ചില പണ്ഡിത വേഷധാരികൾ. നമ്മളെ പണ്ഡിതന്മാരാണെന്ന് നമ്മൾ പണ്ഡിതന്മാരായി പുറത്തിറക്കിയാൽ പറ്റും. പല ചാനൽ കൂടിയും അത് പിന്നെ തെറ്റാവുന്ന വാർത്തകൾ അവർ പ്രചരിപ്പിക്കുക. ആരെ പേരിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകളാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ അപ്പം പല എന്തിനാ മൂപ്പർക്ക് അത് പറയേണ്ട ആവശ്യമുണ്ട്, മൂപ്പരെന്താ അത് പറയാൻ? അങ്ങനെ നമ്മൾക്ക് ഇവിടെ അവിടെ സുന്നത്ത് ജമാഅത്ത് നടത്താൻ വേണ്ടിയല്ലല്ലോ മന്ത്രിനെ തിരഞ്ഞെടുക്കുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ നടത്തിപ്പിന് വല്ല ആവശ്യമുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ളത് അവർ ചെയ്തു തരണം. അത് ചെയ്തു തന്നിട്ടില്ലെങ്കിൽ അപ്പം അതിനുള്ള പരിഹാരം നമ്മൾ കാണുകയും ചെയ്യും, അത് വേറെ. അപ്പോൾ അതാണ് അവരെ പണി, അല്ലാതെ സുന്നത്ത് ജമാഅത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ മുജാഹിദായി പിന്നെ വേറെ വല്ല മതക്കാരനായി മതമില്ലാത്തവനായി അതിലേക്ക് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഞാനങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇന്ന ജനങ്ങളിടയിൽ അത് പറയുമ്പോൾ അതിന് വെറുപ്പുള്ള ചില ആളുകളുണ്ടാവുമല്ലോ, അവരിടയിൽ നമ്മളെ തരം താഴ്ത്തപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനത്തതായ ചില ന്യൂസുകൾ പല. അപ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ കൊടുത്ത ആളെ പേര് നമുക്ക് കിട്ടി, ഇന്ന ആളാണ് കൊടുത്തിട്ടുള്ളത്, അവൻ എന്തോ ഒരു ബിരുദധാരിയാണെന്നാണ് പറയുന്നത്.